നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നെതന്യാഹു ഒരു പ്രധാനമന്ത്രി എന്നതിലുപരി ഒരു മാന്ത്രികനായി മാറിയിരിക്കുകയാണ്. താൻ കൊല്ലപ്പെട്ടെന്ന വാർത്തയ്ക്ക് മറുപടിയായി നെതന്യാഹു എക്സിൽ പങ്കുവച്ച വീഡിയോകൾ കണ്ടാൽ ആർക്കും തോന്നിപ്പോകും ഇത് ഇസ്രായേലിലെ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ വെച്ച് തട്ടിക്കൂട്ടി എടുത്തതാണെന്ന്. സംഗതി വേറൊന്നുമല്ല, വീഡിയോയുടെ ഒരു ഘട്ടത്തിൽ നെതന്യാഹുവിന്റെ കൈവിരലിലെ മോതിരം പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു. അടുത്ത നിമിഷം അത് തിരിച്ചു വരുന്നുമുണ്ട്. ഹാരി പോട്ടർ സിനിമയിലെ മാജിക് പോലെ മോതിരം വന്നും പോയി ഇരിക്കുന്നത് കണ്ടതോടെ നെതന്യാഹുവിനെ വെച്ച് പുനർനിർമ്മിച്ചതാണോ എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇറങ്ങുന്നത്. അബദ്ധങ്ങൾ അവിടെയും തീരുന്നില്ല. കഴിഞ്ഞ ആഴ്ച പുറത്തുവന്ന മറ്റൊരു വീഡിയോയിൽ നെതന്യാഹുവിന്റെ ഒരു കൈയിൽ 6 വിരലുകൾ ഉണ്ടായിരുന്നതാണ് തോന്നിപ്പിക്കുന്നത്. സാധാരണയായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്നത് നിർമ്മിക്കുന്ന വ്യാജ ദൃശ്യങ്ങളിൽ വിരലുകൾ എണ്ണത്തിലും അവയുടെ ചലനങ്ങളിലും ഇത്തരം മണ്ടത്തരങ്ങൾ സംഭവിക്കാറുണ്ട്. 6 വിരലുകൾ കണ്ടതോടെ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു. സംഗതി കൈവിട്ടു പോകുന്നെന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ നെതന്യാഹു നേരിട്ടെത്തി ഒരു കോഫി ഹൗസിൽ കോഫി കുടിക്കുന്ന വീഡിയോ പങ്കുവച്ചു. തന്റെ 2 കൈകളും ക്യാമറയ്ക്ക് മുന്നിൽ വിടർത്തിപ്പിടിച്ച് നിങ്ങൾക്ക് എന്റെ വിരലുകൾ എണ്ണണോ, ദാ ഇവിടെ നോക്കൂ എന്ന് പറഞ്ഞ് തന്നെ കളിയാക്കിയവർക്ക് അദ്ദേഹം മറുപടി നൽകുകയും ചെയ്തു. ഞാൻ മരിച്ചു, പക്ഷെ ഒരു കോഫി കുടിക്കാൻ വേണ്ടി മാത്രം എന്ന മാസ് ഡയലോഗും അദ്ദേഹം ഇതിനിടയിൽ തട്ടിവിട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വീഡിയോയും ആണെന്നാണ് പുറത്തുവരുന്ന വിവരം. പുതിയ വീഡിയോയിൽ ജെറുസലേമിലെ തെരുവിലൂടെ ലാഘവത്തോടെ നടന്ന് ഒരു നായയുടെ വിശേഷം ചോദിക്കുന്ന നെതന്യാഹുവിനെയാണ് ലോകം കണ്ടത്. പക്ഷെ അവിടെയും ആ പഴയ ഡിജിറ്റൽ ഗ്ലിച്ച് വില്ലനായി എത്തി. നെതന്യാഹു കൈ ചലിപ്പിക്കുമ്പോൾ വിരലുകളിലെ മോതിരം മായുന്ന കാഴ്ച അദ്ദേഹം സുരക്ഷിതനാണെന്ന വാദത്തേക്കാൾ കൂടുതൽ ദുരൂഹതയാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും വലിയൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വീഡിയോ എഡിറ്റ് ചെയ്യുന്നവർക്ക് ഒരു മോതിരം പോലും വീഡിയോയിൽ നേരെ ചൊവ്വേ നിലനിർത്താൻ പറ്റുന്നില്ലേ എന്നാണ് വിമർശകരുടെ പ്രധാന ചോദ്യം. ഫ്രെയിം റേറ്റിലെ പ്രശ്നമാവാം ഇതെന്ന് ചിലർ വാദിക്കുന്നത് എങ്കിലും നിർമ്മിത ദൃശ്യങ്ങളിൽ വിരലുകൾ കൃത്യമായി റെൻഡർ ചെയ്യുവാൻ കഴിയാത്തതിന്റെ ലക്ഷണമാണ് ഇതെന്ന് സാങ്കേതിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇറാന്റെ മിസൈൽ ആക്രമണത്തിന് ശേഷം നെതന്യാഹു കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹം ശക്തമായിരുന്നു. ഇത് മാറ്റാനാണ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന വീഡിയോകൾ പങ്കുവച്ചത്. എന്നാൽ ഈ വീഡിയോകളിലെ സാങ്കേതിക പിഴവുകൾ നെതന്യാഹു സുരക്ഷിതനാണ് എന്ന സന്ദേശത്തിന് പകരം നെതന്യാഹു എവിടെയാണ് എന്ന ചോദ്യമാണ് ഉയർത്തുന്നത്. ജെറുസലേമിലെ വെയിൽ കൊള്ളാൻ ഉപദേശിക്കുന്ന നെതന്യാഹു തൊട്ടടുത്ത് സുരക്ഷിതമായ ബങ്കറുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്താൻ മറക്കരുതെന്നും വീഡിയോയിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷേ വീഡിയോയിലെ ഈ കണ്ണുകെട്ട് വിദ്യകൾ കണ്ട ജനങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പില്ലാത്തത് നെതന്യാഹുവിന്റെ ആരോഗ്യത്തെക്കുറിച്ചാണോ അതോ അദ്ദേഹം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ചാണോ എന്നതാണ് ഏക സംശയം. എന്തായാലും നെതന്യാഹുവിന്റെ ഈ വിരൽ കസർത്തുകൾ ഇപ്പോൾ ഇസ്രായേലിലെ യുദ്ധത്തെക്കാൾ വലിയ വിനോദമായി സോഷ്യൽ മീഡിയയിൽ മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.